ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോളം ബന്ധത്തിലും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ബന്ധത്തിലും അതിനുശേഷം ഇന്നലെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയൊക്കെ നാം ചിന്തിക്കുകയുണ്ടായല്ലോ. വീണ്ടും നമുക്ക് റോമാലേഖനം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനത്തിൽ നിന്നുമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുവാൻ ഇടയായി. 9-ാം അധ്യായം 17 വരെയുള്ള വാക്യങ്ങൾ. 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ തനിക്ക് മനസ്സുള്ളവരോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനമാക്കുന്നു. അല്പം പ്രയാസമാണ് ഈ ഭാഗമൊന്ന് മനസ്സിലാക്കുവാൻ. ദൈവം കരുണ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കാരണം നമ്മുടെ ദൈവം കരുണാമയനാണല്ലോ, സ്നേഹിക്കുന്ന ദൈവമാണല്ലോ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുണയെ പറ്റിയൊക്കെ നാം വാതോരാതെ പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു, തനിക്കു മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. അത് ഉൾക്കൊള്ളുവാൻ അല്പം പ്രയാസമുണ്ട്. എന്നാൽ 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതിന് വ്യക്തമായൊരു ഉത്തരം ലഭിക്കുകയാണ്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും നിന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെയെന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. നമുക്കറിയാം ഫറവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കി എന്നുള്ളത്. എന്താണ് അതിന്റെ കാരണം? അവിടെ പറയുകയാണ്, ഇതിനായിട്ട് തന്നെയല്ലയോ ഫറവോനെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. നിന്നെ കൊഴുപ്പിച്ച ഒരു കാളക്കുട്ടിയെ പോലെ ഞാൻ ഈജിപ്തിൽ നിർത്തിയിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും. നീ വിചാരിച്ചു നീയാണ് ശക്തൻ, ഈജിപ്തിലെ രാജാവ് നീയാണ്, നിന്റെ വാക്കിനപ്പുറത്തേക്ക് ഒരു ഉത്തരമില്ല. എന്നാൽ എൻ്റെ ശക്തി നിന്നിൽ കാണിക്കേണ്ടതിന് നിന്റെ ഹൃദയം കഠിനമാകേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും. പ്രിയപ്പെട്ടവരെ, ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയതിന്റെ ഉദ്ദേശം നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ. ഓരോ സമയത്തും അവൻ ഇസ്രായേൽ മക്കളുടെ ആവശ്യം അഥവാ മോശയുടെ ആവശ്യം തിരസ്കരിച്ചപ്പോൾ ദൈവം അവന്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്നു. അത് മുഖാന്തരം ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നു. അത് മാത്രമല്ല, സർവഭൂമിയിലും അതൊരു ചർച്ചാ വിഷയമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് മാറി ദൈവത്തെ അനുസരിക്കാതെ ദൈവ വഴിയിലൂടെ നടക്കാതെ വരുമ്പോൾ ദൈവം നിങ്ങളെ എന്താണ് ചെയ്യുന്നറിയാമോ? ഹൃദയത്തെ കഠിനമാക്കുമെന്നാണ് വായിക്കുന്നത്. നമുക്കറിയാം, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള 4-കാലി മൃഗം, ഇതുപോലെയുള്ള മനുഷ്യർ എന്നിവയിലേക്ക് മനുഷ്യനത് മാറ്റിക്കളഞ്ഞപ്പോൾ, സത്യത്തെ അംഗീകരിക്കാതിരുന്നപ്പോൾ, നമ്മൾ 1-ാം അധ്യായം റോമാലേഖനത്തിൽ വായിക്കുന്നത് അപമാന രാഗങ്ങളിൽ അവരെ ഏൽപ്പിച്ചു. നോക്കുക, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പോകാതിരിക്കുമ്പോൾ, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുമ്പോൾ ദൈവം അവിടെ ചെയ്ത കാര്യം എന്താണ്? അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. മനസ്സിലാക്കുക, ദൈവത്തോട് നാം മത്സരിക്കരുത്, ദൈവത്തോട് നാം എതിർത്ത് നിൽക്കരുത്. അത് നമുക്ക് ദോഷം ചെയ്യും. എന്നിട്ട് വീണ്ടും അതിന്റെ 19-ാം വാക്യം വായിക്കുന്നത്, ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്ന എന്ത്? ആരവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നുവെന്ന് നീ എന്നോട് ചോദിക്കും. വളരെ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുക. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ പാപം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ അപരാധം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഹിതത്തിന് എതിർ നിൽക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. സകല സത്യത്തിലും വഴി നടത്തുവാൻ ദൈവവചനം നമ്മുടെ മുമ്പിൽ നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ, ദൈവവചനത്തെ അനുസരിക്കാതെ തന്റെ ഹിതത്തിലൂടെ പോകുമ്പോൾ
ആ വ്യക്തി നാശത്തിലേക്കാണ് പോകുന്നത്. ദൈവമക്കൾ എന്ന് പറയുന്ന പലരും, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചെന്ന് പറഞ്ഞ പലരും ദൈവവചനമനുസരിക്കാതെയും ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പനുസരിക്കാതെയും ജീവിക്കുന്നത് കൊണ്ട് സഭകളിലും കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ പഠിച്ചാൽ തനിക്കൊരു കാര്യം മാത്രമേ ഭൂമിയിൽ ചെയ്യുവാനുണ്ടായിരുന്നുള്ളൂ: തന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുക. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അതാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഓരോ വ്യക്തികളും തങ്ങളെ തന്നെ പരിശോധിച്ച് ദൈവം മുമ്പാകെ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആരെങ്കിലും ഈ നല്ല കർത്താവിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കടന്നു വരിക, ദൈവഹിതത്തിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനമുള്ളതായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിന് പ്രത്യാശയുണ്ടാകും. നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ അത് മുഖാന്തരം ഉണ്ടായിത്തീരുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഞങ്ങൾക്കൊരു നല്ല അവസരം നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ, നിന്റെ ഹിതം ചെയ്ത് ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. നിന്റെ ഹിതത്തിന് വിരോധമായി ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കഠിനമാക്കുന്നത് ഞങ്ങൾക്കറിയാം കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ ദൈവവചനത്തനുസരിച്ചും ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടും ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്നത്തെ ദിവസത്തെ സൂക്ഷിക്കണമേ. യേശു കർത്താവിന്റെ തന്നെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.